രചന ഷിനാസ് അലി. ഇത്തയുടെ വാട്സാപ്പ് ചാറ്റ് അളിയൻ കയ്യോടെ പിടിച്ചു. വീട്ടിലാകെ പ്രശ്നമാണ്. അളിയൻ പെങ്ങളെയും കുട്ടികളെയും കൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ഉമ്മയും ഉപ്പയും എത്താനെ നോക്കി ദേഷ്യത്തോടെ പല്ലിയടിച്ച് നിപ്പാണ്. മനാഫ് നിഷ്കളങ്കമായി അളിയനെ നോക്കി. അളിയ, സത്യത്തിൽ എന്താ നടന്ന്? ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അളിയൻ മനാഫിനെ നോക്കി. നിനക്കറിയില്ലടാ ഞാൻ ഇവളെയും മക്കളെ എങ്ങനെയാ നോക്കുന്നെന്നും. ഒന്ന് നിർത്തിയിട്ട് അളിയൻ തന്നെ മക്കളെ ചേർത്ത് പിടിച്ച് ഇത്തയെ നോക്കി. പൊന്നുപോലെയല്ല ഞാൻ നിങ്ങളെ നോക്കുന്നു, എന്നിട്ട് നീ എന്നെ ചതിച്ചു. അളിയൻ പറഞ്ഞിരുന്നു. ഉപ്പ ഇത്തയെ നോക്കി അലറി. നായിന്റെ മോളെ, കുടുംബത്തിന്റെ പേര് കളയാനായിട്ട് നിന്നെ ഞാൻ. അതും പറഞ്ഞ് ഉപ്പാളെ അടിക്കാനൊരുങ്ങി. അളിയനെ തടഞ്ഞു. അടിക്കൊന്നും വേണ്ട, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒന്നുമില്ല, എൻ്റെ കുട്ടികളുടെ ഉമ്മയല്ലേ. ഈ കാര്യം എൻ്റെ വീട്ടിലറിഞ്ഞാൽ അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയാലോ. ഞാൻ ആരെയും അറിയിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിക്കാനാ, വഷളാക്കാനല്ല. മനാഫ് ഇത്തയെ നോക്കി. നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ? ഒന്നുമില്ലെങ്കിൽ 3 കുട്ടികളുടെ ഉമ്മയല്ലേ. ഇത്ത മനാഫിനെ നോക്കി കണ്ണീർ പൊഴിച്ച്. ഇക്ക പറയുന്ന പോലെ ഞങ്ങൾ ലവ് എന്നല്ല, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും കേൾക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട്. മനാഫ് ഇത്തയെ അടിമുടിയെ നോക്കി. ഏതായി അവൻ? പെട്ടെന്ന് ഇത്തയുടെ കണ്ണീരൊക്കെ മേലോട്ട് പോയി. അവളുടെ മുഖത്ത് വല്ലാത്തൊരു തേജസ് തെളിഞ്ഞു. അജു, JCB അജ്മൽ, എൻ്റെ ക്ലാസ്മേറ്റ്. വർഷങ്ങളായി ഞങ്ങളൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. 2 മാസം മുന്നേ സ്കൂൾ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തപ്പോഴാണ് ഞാൻ വീണ്ടും അവനോട് സംസാരിച്ചു തുടങ്ങുന്നത്. ഹീ സച്ച് എ ജെന്റിൽമാൻ. JCB അജ്മലിനെ കുറിച്ച് പറയുമ്പോൾ ഇത്തയുടെ വായിൽ നിന്നും തേനൊലിക്കുന്നു. വായും പൊളിച്ച് നോക്കുന്ന മനാഫിനെ നോക്കി അളിയൻ മൊബൈൽ നീട്ടി അലറി. ഇതാണോ ഫ്രണ്ട്ഷിപ്പ്? മനാഫ് അളിയന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് നോക്കിയപ്പോൾ ഇത്തയുടെ അജ്മലിന്റെയും ചാറ്റ് ഹിസ്റ്ററി കണ്ടു. അജു, അറിയോ? ഇത്ത, അറിയാതെ പിന്നെ. സുഖാണോ ഡിയർ? സുഖം, നിനക്കോ? അടിപൊളിയായിട്ട് പോകുന്നു, ഹാപ്പി ലൈഫ്. ഇപ്പം എന്താ പരിപാടി? കുറച്ചു കാലം പുറത്തായിരുന്നു, ഇപ്പം നാട്ടിൽ സെറ്റിൽഡാ. ഭാര്യയ്ക്കും കുട്ടികൾക്കും സുഖമല്ലേ? എൻ്റെ അന്വേഷണം പറയൂ കേട്ടോ. അവരെൻ്റെ കൂടെയല്ലേ, ഹാപ്പി ആവാണ്ടിരിക്കും. ഞങ്ങൾ ഫുള്ള് ടൂർ ആൻഡ് അടിച്ചുപൊളിയാണ്. 2 ദിവസം മുന്നേ തായ്ലൻഡ് ടൂർ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. നെക്സ്റ്റ് വീക്ക് ഇന്ത്യ മുഴുവൻ കറങ്ങാൻ പോകും ഞങ്ങൾ. നിന്റെ ഭാര്യയുടെ ഭാഗ്യം, നിന്നെ പോലെ ഒരു അടിപൊളി ഭർത്താവിനെ കിട്ടിയതിൽ. എൻ്റെ ഇക്ക വല്ലപ്പോഴും വയനാട് ഊട്ടിയെ കൊണ്ടുപോയാലായി. മനാഫ് ചാറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അളിയൻ എത്തി നോക്കി. ഇതല്ല, ഇത് തുടക്കം. ലേറ്റസ്റ്റ് ചാറ്റ് നോക്ക്. മനാഫ് അളിയനെ നോക്കിയിട്ട് ചാറ്റ് സ്ക്രോൾ ചെയ്തു. അജു, എവിടെയാടാ പൊന്നെ? മെസ്സേജ് അയച്ചിട്ട് നോ റിപ്ലൈ. വൈ? ഇക്കാക്ക് ഫുഡ് കൊടുത്തിട്ട് പാത്രം കഴുകി വെക്കുകയായിരുന്നു. വാട്ട് നോൺസെൻസ് ദിസ്. നമ്മുടെ സമൂഹം ഇനിയും മാറിയിട്ടില്ലേ? ഛേ, ഇക്കാക്ക് വേണമെങ്കിൽ ഇക്കയോട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറയൂ. ഇക്ക കഴിച്ച പാത്രമൊക്കെ നീയാണോ കഴുകുന്നത്? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പൊന്നൂസേ. നിന്റെ ഇക്കയ്ക്ക് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ബ്ലഡി ഫൂൾ. ഭാര്യ അടിമയാക്കി വെച്ചിരിക്കുക, ഇഡിയറ്റ്. ഞാനൊന്നും ഭാര്യയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ വീട്ടിലെ വിളക്ക. ചാറ്റിൽ നിന്നും കണ്ണെടുത്ത് മനാഫ് അജുവിന്റെ പ്രൊഫൈൽ പിക്ക് നോക്കി. എന്നിട്ട് ഇത്തയെ നോക്കി. ഈ അജു ആരാന്ന് പറഞ്ഞ്? ഇത്തയുടെ മുഖത്ത് വീണു തേജസ് തെളിഞ്ഞു. സച്ച് എ വണ്ടർഫുൾ ജെന്റിൽമാൻ. ഒന്ന് നിർത്തിയിട്ട് അവൾ എല്ലാവരെയും മാറി മാറി നോക്കി. ഈ അജു ഉണ്ടല്ലോ, സ്വന്തം ഭാര്യയുടെ പേര് പോലും വിളിക്കില്ല. മുത്തേ, പൊന്നേ, വാവേ, പൊന്നൂസേ എന്നൊക്കെയാ വിളിക്കുക. എൻ്റെ ഭർത്താവോ എടി പോടി നല്ല വിളിക്കില്ല. അജുവിന് സ്വന്തം ഭാര്യ അങ്ങനെ വിളിക്കുന്ന ഓർക്കാൻ പോലും കഴിയില്ലെന്നാ പറഞ്ഞ്. മനാഫ് ഇത്തയെ നോക്കി. ഈ അജുവിന് JCB അജ്മൽ എന്ന പേരെങ്ങനെ വന്നതെന്ന് അറിയത്താക്ക്? യെസ്, വിദേശത്ത് JCB ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട് അജുവിന്. ഇത്ത പറഞ്ഞിരുന്നു. തൻ്റെ കയ്യിലുള്ള ഇത്തയുടെ ഫോൺ നിലത്തേക്ക് എറിഞ്ഞ് മനാഫ് ഇത്തയെ നോക്കി അലറി. ഉണ്ടയാണ്, ഉണ്ട. സ്വന്തം ഭാര്യ തൊഴിലുറപ്പിന് പറഞ്ഞേച്ച് കള്ളും കുടിച്ചിറങ്ങുന്ന അജുവിന് JCB അജ്മൽ എന്ന പേര് വീണത് എങ്ങനെയാണെന്നറിയോ? ഒന്ന് നിർത്തിയിട്ട് നിലത്തെ ചിന്നിച്ചിതറിക്കിടുന്ന ഫോണിൽ കാലുകൊണ്ട് ചവിട്ടിയരച്ച് മനാഫ് ഇത്തയെ നോക്കി. മീൻകറിയിൽ കറിവേപ്പിലല്ല എന്ന് പറഞ്ഞ സ്വന്തം ഭാര്യ JCBയുടെ മുന്നിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയിട്ടാ അവൻ ആ പേര് വീണത്. അവിടെ ഒരു സച്ച് ജെന്റിൽമാൻ. ഇത് കേട്ടതും മാറ്റിറ്റ്യൂട്ടിട്ട് നിന്നിരുന്ന ഇത്ത അളിയനെ നോക്കി വീട്ടിലേക്ക് പോവാന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് അതേ കണ്ണുകൾ കൊണ്ട് കാലും പിടിച്ചു. എന്താലേ, സച്ച് ജെന്റിൽമാൻ അല്ലേ?